ഇപ്പൊ പത്മ അവാർഡുകളുടെ കാലമാണ്. അപ്പൊ എപ്പോഴും ഈ പത്മ അവാർഡിന്റെ കൂടെ വിവാദങ്ങൾ വരാറുണ്ട് കുറെ കാര്യങ്ങളായിട്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മുമ്പൊക്കെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും സംസ്ഥാന സർക്കാരുകൾ പത്മ അവാർഡിന്റെ ഒരു ലിസ്റ്റ് അയക്കാറുണ്ട്. അതായത് ഭാരതരത്നം, പിന്നെ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇങ്ങനെ 4 കാറ്റഗറിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും നമ്മുടെ ഇത്രയും കാലത്തെ 75 കൊല്ലത്തിലധികമുള്ള നമ്മുടെ സ്വതന്ത്ര റിപ്പബ്ലിക്കിന്റെ ഒരു ചരിത്രത്തിൽ എല്ലാ വർഷവും സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിനൊരു ലിസ്റ്റ് അയക്കും. ഇവരെ പത്മ അവാർഡുകൾക്ക് പരിഗണിക്കണം എന്ന് പറഞ്ഞ് അയക്കാറുണ്ട്. അയക്കുന്നതിൽ കുറേ പേരുകൾ പരിഗണിക്കും, ചിലർക്ക് കൊടുക്കും, ചിലരെ ഒഴിവാക്കും, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എന്നാലും വലിയ വിവാദങ്ങളോ പിന്നെ അനാവശ്യ ചർച്ചകളൊന്നും ഇല്ലാതെയാണ് ഈ പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ 3-4-5 വർഷങ്ങളായിട്ട് ഇതിനകത്ത് വിവാദങ്ങൾ കടന്നു വരുന്നു. അർഹതപ്പെട്ടവർ ഒഴിവാക്കപ്പെടുന്നു, അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്ന പെട്ടെന്ന് മമ്മൂട്ടിയെ ഓർത്തു പോവുകയാണ്. മമ്മൂട്ടിക്ക് 1998 പത്മശ്രീ കിട്ടുന്നത്. അതിനുശേഷം പത്മശ്രീ കിട്ടിയ പലർക്കും സിനിമാ രംഗത്തുള്ളവർക്ക് തന്നെ പിന്നെ പത്മഭൂഷണും പത്മവിഭൂഷണം വരെ കിട്ടിയിട്ടുണ്ട്, ഈ ഇപ്പോഴത്തെ ലിസ്റ്റിൽ വരെ, ചിരഞ്ജീവി ഉൾപ്പെടെ. പക്ഷെ മമ്മൂട്ടിക്ക് പിന്നീട് ഇന്ന് വരെ പത്മഭൂഷണോ പത്മവിഭൂഷണോ കിട്ടിയിട്ടില്ല. പത്മശ്രീ 98 കിട്ടി. പിന്നെ അദ്ദേഹം ചെയ്ത വേഷങ്ങൾ, മമ്മൂട്ടി ചെയ്തൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിനൊരു രാഷ്ട്രീയമുണ്ട് നമുക്കറിയാം. അദ്ദേഹം 2000 പിന്നെ അംബേദ്കർ സിനിമയിൽ അംബേദ്കറായിട്ട് അദ്ദേഹം അഭിനയിച്ചു, ജബ്ബാർ പട്ടേലിന്റെ സിനിമയിൽ. ആ റോള് നോക്കിയാൽ തന്നെ അദ്ദേഹത്തിന് വേറെ പത്മഭൂഷണോ പത്മവിഭൂഷണോ ഒക്കെ കൊടുക്കാവുന്നതാണ്. പക്ഷെ മമ്മൂട്ടിയെ അവഗണിച്ചിരിക്കുന്നു എന്നൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഇനി പരിഗണിക്കാത്ത ചില പേരുകൾ, ഇപ്പോഴത്തെ അവാർഡിൽ പോലും MK സാനുമാഷിന് യോഗ്യതയില്ലാഞ്ഞിട്ടാണോ ഇന്നുവരെ പത്മ പുരസ്കാരം കൊടുക്കാത്തത്? ഞങ്ങൾ ചോദിക്കുകയാണ്, MK സാനുമാഷിന് എന്താ യോഗ്യതയില്ലാത്തത്? പോട്ടെ, നമ്മുടെ P ജയേന്ദ്രൻ, യേശുദാസിന് പത്മശ്രീയും പത്മഭൂഷണവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം വന്ന P ജയേന്ദ്രൻ, നമ്മുടെ ഗാന സമ്രാട്ട് P ജയേന്ദ്രൻ ഇന്ന് വരെ പത്മശ്രീ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. പത്മ അവാർഡുകളൊന്നും പത്മശ്രീ പോലും കിട്ടിയിട്ടില്ല. അപ്പം അതേപോലെ യോഗ്യരായ പലരും മലയാളത്തിലുണ്ട്. ഞാൻ എല്ലാ പേരുകളും പറയുന്നില്ല. ഉർവശിക്ക് കിട്ടിയിട്ടില്ല, ശ്രീകുമാരൻ നമ്പിക്ക് കിട്ടിയിട്ടില്ല, നടൻ ജയറാമിന് കിട്ടി. എവിടുന്ന്? തമിഴ്നാട് സർക്കാരിന്റെ ലിസ്റ്റിൽ ജയറാം അഭിനയിച്ച തമിഴ് സിനിമയുടെ ഇതിൽ ജയറാമിന് തമിഴ്നാട്ടിൽ നിന്ന് സെലക്ഷൻ നിർദ്ദേശം പോയിട്ട് പത്മശ്രീ കിട്ടി എത്രയോ വർഷം മുമ്പ്. അപ്പൊ ഇവിടെ കിട്ടേണ്ട പലർക്കും കിട്ടാതെ ചിലർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഈ അവാർഡിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ തമ്പുരാട്ടിക്ക് പത്മശ്രീ കിട്ടി. അവരെ ഇകഴ്ത്തി പറയുകയല്ല, പക്ഷെ അവരുടെ ചില പ്രസ്താവനകൾ അടുത്ത കാലത്ത് വിവാദം ഉണ്ടാക്കിയത്. ആർത്തവ കാലത്ത് സ്ത്രീകൾ, മെൻസസ് പീരീഡിൽ സ്ത്രീകൾ ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ ആ ചെടി കരിഞ്ഞു പോകും എന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ആളാണ് ഈ തമ്പുരാട്ടി. അതിൻ്റെ പേരിലാണ് പത്മശ്രീ കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടുപിടുത്തത്തിന് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ? മെൻസസ് പീരീഡിൽ ആർത്തവകാലത്ത് സ്ത്രീകൾ ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ ആ ചെടി കരിഞ്ഞു പോകുമോ? ഇതിനെപ്പറ്റി ആദ്യം ബോധ്യപ്പെടുത്തേണ്ട അവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഗവേഷണം നടത്തി കണ്ടുപിടിക്കട്ടെ. അപ്പൊ ഇത്തരം വിവാദപരമായ കാര്യങ്ങൾ പരാമർശിക്കുന്ന ആൾക്കാരെ തെരഞ്ഞുപിടിച്ചിട്ട് അവർക്ക് പത്മശ്രീ കൊടുക്കുക, അല്ലെ പത്മ അവാർഡ് കൊടുക്കുക. അപ്പൊ തന്നെ അതിനെപ്പറ്റി വിവാദങ്ങൾ സ്വാഭാവികമായിട്ട് വരും. വിവാദം പിന്നെ ചർച്ചയാക്കുന്നവരെ കുറ്റം പറയണം. ചർച്ചയാക്കുന്നവർക്ക് അത് ഇട്ടുകൊടുക്കുന്നതല്ലേ. ഒരു വിവാദ വിഷയം പറഞ്ഞ ഒരാളിന് പത്മശ്രീ കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി ആൾക്കാർ പ്രതികരിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പൊ സാനുമാഷിന് പത്മശ്രീ കൊടുത്ത് ആരെങ്കിലും കുറ്റം പറയുമോ? ആരെങ്കിലും വിമർശിക്കുമോ? ശ്രീകുമാരൻ നമ്പി സാറിന് പത്മശ്രീ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും എതിര് പറയുമോ? ഞങ്ങളോടും ചെയ്യും. P ജയേന്ദ്രൻ അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ സിനിമ പിന്നണി ഗാന മേഖലയിലെ ഈ കഴിവിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു പത്മശ്രീയോ പത്മഭൂഷണോ വിഭൂഷണോ ഒക്കെ കൊടുത്താൽ പോലും ആരെങ്കിലും കുറ്റം പറയുമോ? ഇല്ല. അവരൊക്കെ മനുഷ്യ മനസ്സുകളിൽ, മലയാളി മനസ്സുകളിൽ അത്രമാത്രം സ്വീകാര്യത ഉള്ളവരാണ് അവരൊക്കെ. ആരും എതിര് പറയത്തില്ല, ആരും കുറ്റം പറയില്ല. പക്ഷേ ഒരു തമ്പുരാട്ടിക്ക്, ഇങ്ങനെ ഗവേഷണം നടത്തിയ തമ്പുരാട്ടിക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വേറെ എന്തൊക്കെ യോഗ്യത ഉണ്ടെങ്കിലും അത് ചർച്ചയാക്കപ്പെടുന്നത്, അത് വിവാദമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം മമ്മൂട്ടിക്ക് എന്താ പിന്നെ ഈ വിവേചനം വരുന്നത്? മമ്മൂട്ടിക്ക് നിലപാടുകളുണ്ട്. മമ്മൂട്ടി 2000 DYFIയുടെ അഖിലേന്ത്യാ സമ്മേളനം ചെന്നൈയിൽ നടക്കുമ്പോൾ ചെയ്തൊരു പ്രസ്താവന മാത്രം എടുത്താൽ മതി.
മമ്മൂട്ടിയുള്ള കലിപ്പ് നരേന്ദ്രമോദി സർക്കാരിന് എവിടെ നിന്ന് വരുന്നത് മനസ്സിലാക്കാൻ. അന്ന് മമ്മൂട്ടി പറഞ്ഞ ഒരു വാചകം ഇപ്പോഴെടുത്തിവിടെ ഓർത്തെടുത്ത് പറയാം. അതായത് ഗോദ്ര കലാപം, ഗുജറാത്തിലെ വംശഹത്യ കലാപം ഇങ്ങനെ ആളിപ്പടരുമ്പോൾ ആ ഒരു കാലത്ത് 2000 ചെന്നൈയിലെ DYPയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ മമ്മൂട്ടി പറഞ്ഞൊരു വാചകം, ഗുജറാത്തിൽ DYFI ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കലാപം നടക്കില്ലായിരുന്നു എന്നാണ്. വ്യക്തമായ രാഷ്ട്രീയ പ്രസ്താവനയാണ്. ഗുജറാത്തിൽ DYFI ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ കലാപം ഉണ്ടാകില്ലായിരുന്നു എന്ന് മമ്മൂട്ടി DYPയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രസംഗിച്ചതാണ്. എന്ന് പറഞ്ഞാൽ DYFI പോലൊരു മതേതര പ്രസ്ഥാനത്തിന്, ചെറുപ്പക്കാരുടെ പ്രസ്ഥാനത്തിന് ഈ ഏത് വംശഹത്യയും ഏത് കലാപത്തെയും തടയാനുള്ള കരുത്തുണ്ട്. അതാണ് കേരളം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മമ്മൂട്ടി അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞ മമ്മൂട്ടിക്ക് എന്നാ പിന്നെ പത്മഭൂഷണോ വിഭൂഷണോ ഫലരത്നോ ഒന്നും കൊടുക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ തീരുമാനിച്ചോളൂ, നിങ്ങൾ നടപ്പാക്കിക്കോളൂ. പക്ഷെ അവാർഡുകൾ വിമർശിക്കപ്പെടുന്നത് ആ അവാർഡുകൾ കിട്ടേണ്ടുന്ന കൈകളിൽ എത്താതെ വരുമ്പോഴാണ് എന്ന് നരേന്ദ്രമോദി സർക്കാർ മനസ്സിലാക്കണം. ഇതിന്റെ ഗുണപാഠം അത്രയേ ഉള്ളൂ. അതായത് ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു, അവാർഡുകൾ കിട്ടേണ്ടുന്ന കൈകളിൽ കിട്ടാതെ വരുമ്പോൾ, കിട്ടാൻ യോഗ്യതയില്ലാത്ത കൈകളിലേക്ക് അത് കൊടുക്കപ്പെടുമ്പോൾ അവിടെ വിമർശനങ്ങൾ ഉയരും എന്നുള്ളത് ഈ ഭരിക്കുന്നവർ ഓർത്തിരിക്കുന്നത് അവർക്ക് നല്ലതാണ്. അത്രയേ ഉള്ളൂ.